പൈശാചികമായ ഉപദ്രം, പിശാചിൻ്റെ ഇടങ്ങേറ്, അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുകയാണ്, വിഷമിക്കുകയാണ്. അതിൽ നിന്നും രക്ഷ ലഭിക്കാൻ വല്ല മാർഗവും പരിഹാരവും ദിക്റുകൾ ഉണ്ടോ എന്ന് പലരും ചോദിച്ചവരുണ്ട്. അവർക്കുള്ള വീഡിയോയാണിത്. പൈശാചിക ബാധയേറ്റ രോഗിയുടെ ശരീരത്തിൽ ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നീ സൂറത്തുകൾ 70 തവണ 7 ദിവസം മന്ത്രിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ ആഴ്ചയിൽ 2 ദിവസം വീട്ടിൽ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിലെ ആദ്യത്തെ 3 ആയത്ത് സുബ്ഹിക്ക് ശേഷം ഓതുക. എന്നാൽ എല്ലാ പൈശാചികമായ ഇടങ്ങേറിൽ നിന്നും രക്ഷ കിട്ടുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ശൈത്താന്റെ എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ അഹ്ലുകാരെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോയുടെ ലിങ്കുകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. കാരണം അവരും ഇത് കാണട്ടെ, ഇത് പഠിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് പേര് ഫോണിൽ വിളിച്ചും മെസ്സേജ് അയച്ചും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിച്ചു നൽകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാ ഖബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ. ഖബറിൽ അല്ലാഹു വെളിച്ചം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.